ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൈനാപ്പിൾ കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ കഷ്ണങ്ങൾ നമ്മളൊരു പാനിലേക്ക് മാറ്റുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റിയും കൂടെ വെക്കണം. ഇതിലേക്ക് മുളക് ഉപ്പൂടെ ചേർക്കാം. മീഡിയം ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് അരപ്പൊന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ തിരുകിയതാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച പൈനാപ്പിൾ കൂടെ ചേർത്ത് നന്ന പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ മിക്സിയിലിട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ അരച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചതച്ചതും ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ചൂട് മാറാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അത് ചൂട് മാറാനായിട്ട് വെച്ചതിന് ശേഷം ആണ് നമ്മളിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചൂടുള്ള സമയത്ത് നമ്മൾ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് തണുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കടുക് താളിച്ചും കൂടെ എടുക്കാം. അപ്പോൾ കടുക് താളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് ഈ പൈനാപ്പിൾ കിച്ചടിയൊക്കെ കൊടുത്തു വിട്ടാൽ അവർ തീർച്ചയായിട്ടും ചോറ് മുഴുവനും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ മക്കൾക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്